കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 31 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വ്യക്തമാക്കുന്നു. അവർ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവം നിങ്ങളെ ഏവരെയും സ്നേഹിക്കുന്നു. ആരും സഹായിക്കുവാനില്ല, എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും ഒരു ഫലവും കാണുന്നില്ല എന്ന സാഹചര്യത്തിൽ മടുത്തു പോകുന്ന പ്രാർത്ഥനകളിൽ ദൈവമായ കർത്താവ് പ്രവർത്തിക്കും. ഇനി ഏത് രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കണം എന്ന് ആകുലപ്പെട്ടിരിക്കുന്നവരോട് തിരുവചനം പറയുന്നു, നീ ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തെ സ്നേഹിക്കുക. തിരുവചനം ചോദിക്കുന്നു, മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകണമെന്ന് ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് സ്വർഗസ്ഥനായ പിതാവ് എത്രയോ അധികം നന്മകൾ നൽകുകയില്ലേ? കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ ആത്മാവോടെയും പൂർണ്ണ മനസ്സോടെയും സ്നേഹിക്കുമ്പോൾ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകും, വൈകുകയില്ല. ആരും സഹായിക്കുവാനില്ലാതെ പത്രോസിനെ കാരാഗൃഹത്തിൽ അടച്ച് ചങ്ങലകളാൽ ബന്ധിച്ച് ഇടത്തും വലത്തും പട്ടാളക്കാർ കാവൽ നിന്നിട്ടും സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ദൈവം സ്വർഗസ്ഥനായ പിതാവ് പത്രോസിനെ വിടുവിക്കുവാൻ തന്റെ ദൂതന്മാരെ അയച്ചു. കാരാഗൃഹത്തിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു എങ്കിലും നമ്മുടെ ഏത് സാഹചര്യങ്ങളിലും ഒറ്റപ്പെടലുകളിലും ആരോടും പങ്കുവയ്ക്കാനാവാത്ത വേദനകളിൽ സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് വേണ്ടി ഇടപെടും. വിശ്വസിക്കുക. അതുകൊണ്ട് തിരുവചനം വളരെ വ്യക്തമായി നമ്മോട് പറയുന്നു, പിതാവ് എനിക്ക് വേണ്ടി നൽകുന്നവരെല്ലാം എന്റെ അടുത്ത് വരും, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിന്റെ തിരുമുമ്പിൽ നമ്മുടെ പ്രാർത്ഥനകൾ വിശ്വാസപൂർവ്വം നമുക്ക് സമർപ്പിക്കാം. അവിടുത്തെ മഹത്വം നമ്മിൽ വെളിപ്പെടുമ്പോൾ നമ്മുടെ പ്രതികൂലങ്ങളെല്ലാം മാറിപ്പോകും. നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. വിശ്വാസത്താൽ ഞാൻ കണ്ടു തുടങ്ങും, അസാധ്യങ്ങളെല്ലാം സാധ്യമാക്കുന്നു. ദൈവമഹത്വം എന്നിൽ വെളിപ്പെടുമ്പോൾ പ്രതികൂലങ്ങളെല്ലാം മാറിപ്പോകും. വിശ്വാസത്താൽ ഞാൻ കണ്ടു തുടങ്ങും, അസാധ്യങ്ങളെല്ലാം സാധ്യമാക്കുന്നു. ദൈവമഹത്വം എന്നിൽ വെളിപ്പെടുമ്പോൾ പ്രതികൂലങ്ങളെല്ലാം മാറിപ്പോകുമേ. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോൻ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും, തകരാതെ നിർത്തിയിടും. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോൻ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും, തകരാതെ നിർത്തിയിടും. മരണപാശത്തിൽ നിന്നും അവിടുന്ന് നമ്മെ പിടിച്ചുയർത്തി. ക്രിസ്തുവാകുന്ന പാറമേൽ അവിടുന്ന് നമ്മെ നിർത്തി. അവിടുത്തെ അഭിഷേകം നമ്മിൽ നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ കർത്താവായ യേശുവിനെ നമുക്ക് വിളിക്കാം. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഓ യേശുവേ, ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടെ ശ്രവിക്കണം. പുതുജീവൻ പകർന്ന എൻ പ്രാണനാഥൻ മരണത്തിൽ നിന്നെന്നെ പിടിച്ചുയർത്തി. ക്രിസ്തു എന്ന പാറമേൽ നിർത്തി എന്നെ
അഭിഷേകത്തിൻ നിറവിൽ നടത്തിയിടും. ആമേൻ. ഹല്ലേലൂയ. പുതുജീവൻ പകർന്ന എൻ പ്രാണനാഥൻ മരണത്തിൽ നിന്നെന്നെ പിടിച്ചുയർത്തി. ക്രിസ്തു എന്ന പാറമേൽ നിർത്തി എന്നെ അഭിഷേകത്തിൻ നിറവിൽ നടത്തിയിടും. ഞാൻ ഭയപ്പെടില്ല. ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോൻ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും, തകരാതെ നിർത്തിയിടും. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോൻ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും, തകരാതെ നിർത്തിയിടും. നമ്മോടുള്ള വാഗ്ദത്തം അവിടുന്ന് നിറവേറ്റും. അവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ്. ആ കർത്താവായ യേശുവിന്റെ പരിശുദ്ധ രക്തത്താൽ നമ്മെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് കൂടെ ഇരിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രതികൂലങ്ങൾ അവിടുന്ന് എടുത്തു മാറ്റണമേ. ഓ യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ നിറയ്ക്കണമേ. കർത്താവേ, സ്തോത്രം ചെയ്യും. വാഗ്ദത്തം തന്നു എന്നാത്മനാഥൻ, നിത്യജീവനായി എന്നെ തിരഞ്ഞെടുത്തു. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മറുവിലയായി സ്വർഗീയ പദവിക്കു യോഗ്യനാക്കി. വാഗ്ദത്തം തന്നു എന്നാത്മനാഥൻ, നിത്യജീവനായി എന്നെ തിരഞ്ഞെടുത്തു. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മറുവിലയായി സ്വർഗീയ പദവിക്കു യോഗ്യനാക്കി. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോൻ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും, തകരാതെ നിർത്തിയിടും. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോൻ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും, തകരാതെ നിർത്തിയിടും. കേൾക്കുന്നു ഞാൻ നാഥൻ ഇമ്പസ്വരം, ലോകാവസാനത്തോളം കൂടെയുണ്ടെന്ന്. ഭയപ്പെടേണ്ട എന്നരുളിയോനെ, കാത്തിരിക്കുന്നു നിന്റെ വരവിനായി. കേൾക്കുന്നു ഞാൻ നാഥൻ ഇമ്പസ്വരം, ഹല്ലേലൂയ. ലോകാവസാനത്തോളം കൂടെയുണ്ടെന്ന്. ആമേൻ. ഭയപ്പെടേണ്ട എന്നരുളിയോനെ, കാത്തിരിക്കുന്നു നിന്റെ വരവിനായി. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോൻ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും, തകരാതെ നിർത്തിയിടും. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോൻ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും, തകരാതെ നിർത്തിയിടും. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോൻ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും, തകരാതെ നിർത്തിയിടും. ഇന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് കർത്താവായ ദൈവം ഉത്തരം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.